നമസ്കാരം. രോഗവ്യാപനങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ഒരു പരമ്പരയെയാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത്. രാജ്യത്തിനകത്ത് മാത്രമല്ല, അമേരിക്കയുടെ പരിസര പ്രദേശത്ത് വരുന്നവർക്ക് പോലും ഇപ്പോൾ രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. ഏറ്റവും പുതുതായി അമേരിക്കയിൽ കാലുകുത്തിയ പാടെ ബ്രിട്ടന്റെ ആഡംബര ക്രൂയിസ് കപ്പലിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതേ തുടർന്ന് 224 യാത്രക്കാരും 17 ക്രൂ അംഗങ്ങളും രോഗബാധിതരായി സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ അറിയിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്ക്, കരീബിയൻ വഴി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്തിരുന്ന ആഡംബര കുനാഡ് ലൈൻ കപ്പലിലെ യാത്രക്കാർക്കാണ് രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത്. കുനാഡിന്റെ ക്വീൻ മേരി 2 എന്ന കപ്പൽ മാർച്ച് 8-ന് പുറപ്പെട്ട് ഏപ്രിൽ 6-ന് തിരിച്ചെത്തുമെന്ന രീതിയിലായിരുന്നു സജ്ജീകരിച്ചിരുന്നത്. വൈറസ് ബാധിച്ചതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ അമേരിക്കയുടെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് പുറത്തുവിട്ടത്. മാർച്ച് 18-നാണ് വ്യാപകമായ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെടൽ ഉണ്ടായതെന്ന് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധിയെ തുടർന്ന് കപ്പലും ജീവനക്കാരും ശുചീകരണ അണുനാശിനി നടപടിക്രമങ്ങൾ വർദ്ധിപ്പിക്കുകയും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുകയും രോഗികളായ യാത്രക്കാരെയും ജീവനക്കാരെയും ക്വാറന്റൈനിലാക്കിയതായി ഏജൻസി അറിയിച്ചിട്ടുണ്ട്. നോർവാക് വൈറസ് എന്നറിയപ്പെട്ടിരുന്ന നോറോ വൈറസ് കാലിസ്വിറിഡോ വൈറസ് കുടുംബത്തിൽ പെടുന്നതാണ്. അണുബാധയേറ്റ് 3 മുതൽ 5 ദിവസത്തിനുള്ളിലാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത് മുതൽ മാറിയ ശേഷം 2 ദിവസം വരെ മറ്റുള്ളവർക്ക് രോഗം പകരാൻ കഴിയും. സാധാരണയായി ലക്ഷണങ്ങൾ ഒരാഴ്ചയോളം നിലനിൽക്കുകയും സ്വയം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. അണുബാധയുടെ സാധ്യത പ്രധാനമായും മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് വരുന്നത്. ശരീരസ്രവങ്ങൾ, ഛർദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശ്രമങ്ങൾ എന്നിവയിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം. നോറോ വൈറസ് അണുബാധയ്ക്ക് പ്രത്യേക മരുന്നോ വാക്സിനോ ലഭ്യമല്ല എന്നതാണ് മറ്റൊരു കാര്യം. നിർജ്ജലീകരണം തടയുക എന്നതാണ് ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം. ഇതോടൊപ്പം ഛർദി, വയറിളക്കം, പനി എന്നിവ തടയുന്നതിനുള്ള ചികിത്സയും നൽകണം. ആഡംബര കപ്പലിൽ 2538 യാത്രക്കാരും 1232 ജീവനക്കാരും സഞ്ചരിക്കുന്നുണ്ട്. യാത്രക്കാരായ 224 പേർക്കും ജീവനക്കാരായ 17 പേർക്കുമാണ് നിലവിൽ രോഗം ബാധിച്ചത്. നിലവിൽ നോർത്ത് വെസ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് ക്വീൻ മേരി 2 സഞ്ചരിക്കുന്നത്. വൈറസ് പടർന്നു പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സതാംപ്ടണിലേക്ക് തിരിച്ചു. സതാംപ്ടണിൽ നിന്ന് കരീബിയനിലേക്ക് 29 ദിവസത്തെ റൗണ്ട് ട്രിപ്പിനായി മാർച്ച് 8-നായിരുന്നു കപ്പൽ യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 6-ന് അവസാനിക്കുന്ന വിധമായിരുന്നു ആസൂത്രണം ചെയ്തതെങ്കിലും ആദ്യ സ്റ്റോപ്പായ ന്യൂയോർക്കിൽ എത്തിയപ്പോൾ വൈറസ് വ്യാപനം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിലെ ഈ രോഗവ്യാപനം സാമ്പത്തിക ആഘാതവും സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കപ്പലിന്റെ ഓപ്പറേറ്റേഴ്സ് ദുരിതബാധിതരായ യാത്രക്കാർക്ക് പണം തിരികെ നൽകാനും നഷ്ടപരിഹാരം നൽകാനും നിർബന്ധിതരായി. ഇത് ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. കൂടാതെ ഈ സംഭവം കപ്പലിന്റെ ഭാവിക്കും കോട്ടം വരുത്തും. അമേരിക്കയിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ പതിവാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രധാനിയാണ് ഈ നോറോ വൈറസ്. നോറോ വൈറസ് വളരെ സാധാരണമാണ് എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം, പ്രത്യേകിച്ചും കപ്പലുകളിൽ. കൃത്യമായ ആരോഗ്യ പരിരക്ഷ പോലും രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ തുടരെ വരുന്ന ഇത്തരം സങ്കീർണതകളെ ഇല്ലാതാക്കാനുള്ള കഴിവ് അമേരിക്കൻ ഭരണകൂടത്തിനില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും നിരുത്തരവാദപരമായി ജനങ്ങളുടെ കാര്യം നോക്കുന്ന ഭരണാധികാരി നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ കാണൂ. അത് സ്വന്തം രാജ്യം നോക്കാതെ സഖ്യകക്ഷികളെ സഹായിക്കാനും ശത്രുക്കൾക്കെതിരെ പോർവിളി മുഴക്കാനും പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് മനഃപൂർവ്വം മറക്കുന്ന ഒരു കാര്യമാണെന്ന് വേണം പറയാൻ.